ഒരു വിചിത്ര മോഷണത്തിന്റെ വാർത്തയിലേക്കാണ്. തിരുവില്ലാമല പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിലെ ചിതാഭസ്മ മോഷണ കേസിൽ അന്വേഷണം ശ്മശാന ജീവനക്കാരിലേക്കും പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പിടിയിലായ തമിഴ്നാട് സ്വദേശികൾ റിമാൻഡിലാണ്. ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണ്ണത്തരി വേർതിരിച്ചെടുക്കാനാണ് മോഷണമെന്നാണ് പ്രതികളുടെ മൊഴി. ഹിന്ദുമത വിശ്വാസപ്രകാരം ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചാൽ സംസ്കരിക്കുമ്പോൾ താലി മാറ്റാറില്ല. പല കുടുംബാംഗങ്ങളും മൂക്കുത്തിയും കമ്മലും വളയും വരെ മൃതദേഹത്തോടൊപ്പം ചിതയിൽ വയ്ക്കും. ഇത്തരം മൃതദേഹങ്ങളുടെ ചിതാഭസ്മം കണ്ടെത്തിയായിരുന്നു സംഘത്തിന്റെ മോഷണം. ഇത് പുഴയിലെത്തിച്ച് അരിച്ചെടുക്കുകയായിരുന്നു രീതി. ചിതയൊരുക്കിയ സ്ഥലങ്ങളിൽ തുടർച്ചയായി കുഴി രൂപപ്പെട്ടതാണ് സംശയത്തിനിടയാക്കിയത്. ദിവസങ്ങളായി നമ്മുടെ ഈ സംസ്കരിച്ച സ്ഥലത്ത് ഞങ്ങൾ പിറ്റേ ദിവസം സഞ്ചയനകർമ്മത്തിന് വരുന്ന സമയത്ത് ഈ സംസ്കരിച്ച സ്ഥലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരുപാട് കുഴിയാക്കി ശാരങ്ങൾ എടുത്തിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. നാട്ടുകാർ തന്നെയാണ് മോഷ്ടാക്കളെ കണ്ടെത്താൻ രംഗത്തിറങ്ങിയത്. പല ദിവസങ്ങളിലും ഉറക്കമിളച്ച് കാവതിരുന്നെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞില്ല. എന്നാൽ നാട്ടുകാർ പിൻവാങ്ങിയില്ല. നിരീക്ഷണം തുടർന്നു. 3 അംഗ സംഘത്തെ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളായ മല്ലിക, മകൻ രേണുഗോപാൽ എന്നിവരെ പിടികൂടി. മൂന്നാമൻ പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു. കാട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ കയറി വന്ന് 2 ഗേറ്റ് കൂടി വന്നപ്പോൾ ഞങ്ങളെ കണ്ട വഴിക്ക് അവരിവിടെ ചാക്കിട്ടിട്ട് ഓടി പിന്നാലെ ഓടി. അതിലത്തെ ഒരാളെ പിടുത്തം കിട്ടി. അവരെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അപ്പോൾ അയാൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ആളുടെ അമ്മ ഇവിടുന്ന് വന്നു. അവരുടെ കൂടെ ഒരു 5ഓളം ആൾക്കാരുണ്ട്. പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ശ്മശാനത്തിലെ ജീവനക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ശ്മശാന നടത്തിപ്പുകാരന്റെ പരാതിയിൽ കേസെടുത്ത പഴയന്നൂർ പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തൃശൂർ.